ചെമ്പുകാവിലെ കൊച്ചമ്മുവിന് കൂലിപ്പണിയാണ്. കുപ്പിയും പാട്ടയും പെറുക്കി വിൽക്കും അവർ. ഭർത്താവ് മരിച്ചപ്പോൾ മക്കളെ വളർത്താൻ രാപ്പകലില്ലാതെ പണിയെടുത്തു. കൊച്ചമ്മുവിന്റെ മകൻ പലപ്പോഴും സ്കൂളിൽ വൈകിയെത്തും. ഉച്ചയ്ക്ക് കഴിക്കാൻ വീട്ടിൽ പോകില്ല. ക്ലാസ് കഴിയും മുൻപ് ടീച്ചറോട് ചോദിച്ച് എങ്ങോട്ടോ ഓടിപ്പോകുന്നത് കാണാം. കറുത്തു മെലിഞ്ഞൊരു പയ്യൻ, പഠിക്കാൻ ഒട്ടും മിടുക്കനല്ല. അവൻ പട്ടിണി കിടന്നു. മൈതാനങ്ങളിൽ സോഡ വിറ്റ് നടന്നു. അവന്റെ എഴുത്തും വായനയും എല്ലാം ഒരു തുകൽപന്തിനെ ചുറ്റിയായിരുന്നു. തിളച്ചുമറിഞ്ഞ് ഉറച്ചുപോയ അനുഭവങ്ങളുടെ മൂഷ. തോൽക്കാൻ മനസ്സില്ലാത്ത അവന്റെ പേരായിരുന്നു വിജയൻ. അയനിവളപ്പിൽ മണി വിജയൻ, അയ്യം വിജയൻ. മുന്നേറ്റത്തിൽ കാണാം, മധ്യനിരയിൽ കാണാം, പ്രതിരോധത്തിലും കാണാം. മൈതാനങ്ങളിൽ മൂന്നായി കാണുന്ന വിജയൻ. കാൽപന്തിലെ കോപ്പി ബുക്ക് ശൈലി അയാൾക്ക് വഴങ്ങില്ല. ചിത്രീകരിക്കാത്ത അത്ഭുത ഗോളുകൾ പലതും ഓർമ്മയുടെ താളുകളിൽ അടയാളപ്പെടുത്തുന്നു. മലയാളികൾക്ക് ഇവൻ കറുത്ത മുത്ത്, ബംഗാളികൾക്ക് ഇവൻ കാലോഹാരി. ഫുട്ബോൾ വികാരം രക്തത്തിലുള്ള ഓരോ ഇന്ത്യക്കാരന്റെയും ചിരകളിൽ ആ പേര് ചേർന്നൊഴുകി. കേരള പോലീസ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, FC കൊച്ചിൻ, ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകൾക്കായി 250 ഗോൾ. ഇന്ത്യൻ ജേഴ്സിയിൽ 79 മത്സരം, 40 ഗോൾ. 3 തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരം. 1995 സിസേഴ്സ് കപ്പിൽ സിസർ കട്ടിലൂടെ നേടിയ മാന്ത്രിക ഗോൾ. 99 സാഫ് ഗെയിംസിൽ ഭൂട്ടാനെതിരെ 12-ാം സെക്കൻഡിൽ നേടിയ അതിവേഗ ഗോൾ. 99 പാകിസ്ഥാന് എതിരെ നേടിയ ഹാട്രിക്. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ 4 ഗോളുകളുമായി ടോപ്പ് സ്കോറർ. 2000 മുതൽ 2004 വരെ ഇന്ത്യൻ ടീം നായകൻ. അയ്യം വിജയൻ എന്ന ഇതിഹാസമുണ്ടാക്കിയ ആരവങ്ങളുടെ അല ഒടുങ്ങുന്നില്ല. കേരള പോലീസിൽ തുടങ്ങിയ വിജയന്റെ ജൈത്രയാത്ര. കളിക്കളത്തിൽ നിന്ന് നേരത്തെ മടങ്ങിയ വിജയൻ പോലീസ് കുപ്പായവും അഴിക്കുകയാണ്. 18-ാം വയസ്സിൽ അണിഞ്ഞ കാക്കി കുപ്പായം മലപ്പുറം MSP ഡെപ്യൂട്ടി കമാൻഡറായി അഴിച്ചുവെക്കുകയാണ് വിജയൻ. അപ്പോഴും വിജയൻ പറയുന്നു, ഫുട്ബോളിനെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റാനാകില്ല. ഇനിയും പറ്റാവുന്നത്ര കളി തുടരും. വരും കാലത്തെ കളി പഠിപ്പിക്കും. സ്റ്റോറി